ഹലോ ഗൈസ്, വെൽക്കം ടു നിഖിൽസ് വ്ളോഗ്സ്. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പം ഇത് നമ്മുടെ നിലമ്പൂർ വഴി പോകുമ്പം നിലമ്പൂർ കനോലി പ്ലേസിനടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും കുറേ ചായ കുടിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. ഈ പ്ലേസ് ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പം ഇവിടുന്ന് നമ്മൾ നിലമ്പൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം വലതുവശത്തായിട്ട് ഒരു പാലമുണ്ട്, ഒരു കരിമ്പുഴ അങ്ങനെ ഒരു പുഴ. പാലം കഴിഞ്ഞാലുടൻ റൈറ്റ് സൈഡിൽ നമ്മുടെ KTDCൻ്റെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നല്ലൊരു സ്പോട്ടാണത്. വേറെ ഹോട്ടലുകളുണ്ട്, ഞാൻ പെട്ടെന്ന് ഈ KTDC കണ്ടതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എന്ത് രസമെന്ന് നോക്കിയേ. ഇത് അതിന് ശേഷം നമ്മൾ ഗുഡല്ലൂരൊക്കെ കഴിഞ്ഞ് പോകുമ്പം വരുന്നൊരു സ്പോട്ടാണ്. രണ്ട് സൈഡിലും നിറച്ച് യൂക്കാലിപ്റ്റസ് ഇങ്ങനെ നടന്നൊരു സ്ഥലം. ഓക്കെ, ഭയങ്കര ടോൾ ട്രീസാണ്. അപ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ് അവിടെ വന്ന് ഇത് കാണുമ്പോൾ. ഓക്കെ, ഇത് കുട്ടിക്കടുത്തുള്ളൊരു ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഒരുപാട് മലയാളി സിനിമകളൊക്കെ കണ്ടിട്ടുള്ള മൊട്ടക്കുന്നുകളാണ്. നല്ല രസമാണ് കാണാൻ. നവ്ലീൻ അവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷമായി. പുള്ളി ഓടി നടക്കുകയാണ്, താഴോട്ടും മേലോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയതൊരു നവംബർ ആദ്യമാണ്. ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. അതായത് ഭയങ്കര തണുപ്പായിട്ടില്ല, എന്നാൽ രസകരമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. വെയിലൊക്കെ ഉണ്ടെങ്കിലും വലിയ ചൂടില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ രസമാണ്. നമ്മൾ ആക്ച്വലി ആ ക്ലൈമറ്റും ഊട്ടിയിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രാവലും പിന്നെ ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ആ ട്രിപ്പിൻ്റെ ഒരു ഭംഗി എന്നുള്ളത്. നമ്മൾ ഡോഡബെട്ട പീക്ക് എന്ന് പറഞ്ഞാൽ അത് ഊട്ടിക്ക് തന്നെ ഒരു 7 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്നാണ്. അത് നമുക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പോകണം. രാവിലെ പോവുകയാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്ന തിരക്കാവുന്നതിന് മുമ്പ് പോയാലാണ് അവിടെ ഒരു സുഖം കിട്ടുള്ളൂ. നല്ല രസമാണ്. രാവിലെ ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഒരു 7-7:30 ആയി. അതിന് മുന്നേ പോയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. നല്ല ഫോഗൊക്കെ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നവംബർ 1 പോയത്, അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് പൈക്കര വാട്ടർഫോൾസാണ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് കണ്ട പോയിൻ്റ് ഇതായിരുന്നു. അതിനുശേഷം നമ്മുടെ ട്രിപ്പ് തീർന്നു. ഞങ്ങൾ ആക്ച്വലി അങ്ങനെ വലിയ പ്ലാൻ ചെയ്തൊന്നും പോയതല്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. വെറുതെ നമ്മൾ ചുമ്മാ ഒരു ട്രിപ്പ് പോയി, അത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, എൻജോയ്.